നമ്മുടെ ബൂന്തി ലഡു ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണേ. അതിനുവേണ്ടി 2 കപ്പ് കടലമാവ് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കച്ചട ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം എടുത്ത് വെച്ചിട്ട് അതാണ് ഒഴിക്കണത്. അത് ഫസ്റ്റ് 1 കപ്പ് ഒഴിച്ചിട്ട് ഇളക്കി അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം എത്രത്തോളം ഇനി ഒഴിക്കണം എന്ന് നോക്കിയിട്ട് വേണം അങ്ങനെ ഒഴിച്ച് ചേർക്കാനായിട്ട്. കുറേ വെള്ളം ആദ്യം കൊണ്ടുപോയി ഒഴിച്ച് അത് മൊത്തം അങ്ങ് കുളമായി പോകും കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് അത് നോക്കി സൂക്ഷിച്ച് വേണം നമ്മൾ അതിൻ്റെ അളവ് എടുക്കാൻ. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ തന്നെ ഉപയോഗിച്ചു എന്നാണ്, ഏകദേശമൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കേട്ടോ. അങ്ങനെ അത് പാകത്തിന് നോക്കി ഒഴിച്ച് നമ്മൾ അതിൻ്റെ പരുവത്തിനനുസരിച്ച് എടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുന്നുണ്ട്, കുറച്ച് സോഡാപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, സോഡാപ്പൊടി. ഫുഡ് കളറൊന്നും ഞാൻ ആഡ് ചെയ്തില്ല, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കേട്ടോ. പിന്നെ അത് എണ്ണ ചൂടാക്കി നമ്മൾ ബൂന്തി, നമ്മൾ കണ്ണാപ്പ എന്നൊക്കെ മലയാളത്തിൽ പറയും നമ്മൾ നാട്ടിലൊക്കെ. അപ്പോൾ അതിന് അങ്ങനെ ഒരു കയ്യിൽ, നമ്മുടെ ഹോളായിട്ടുള്ള ഒരു കയ്യിലുണ്ടല്ലോ, അതെടുത്തിട്ട് കുറേശ്ശെ നമ്മൾ തവിന്ന് ഈ മാവ് കോരി ഒഴിച്ച് അതിൻ്റെ ആ ഹോള് കൂടെ അങ്ങോട്ട് ബൂന്തി ആയിട്ട് ഇങ്ങനെ വരും. അതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ വീഴാൻ പാടില്ല. അപ്പോൾ എല്ലാ സൈഡിലും എത്താനായിട്ട് അങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ബൂന്തി നമ്മൾ പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടും. ചില സമയത്ത് ബൂന്തി കുറച്ചൊക്കെ ഇങ്ങനെ കട്ട പിടിക്കും, അത് പ്രശ്നമുള്ള കേസല്ല. അത് നമ്മൾ എന്തായാലും ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും നമ്മൾ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പെർഫെക്റ്റ് തന്നെ എല്ലാതും ആവണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. ഒരുവിധമൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമ്മളത് അതിന് വേണ്ടിയിട്ടുള്ള ബൂന്തി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാര പാനി നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ബൂന്തി റെഡിയാക്കി വെച്ചിട്ടാണ് പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട്. ഇത് 1.25 കപ്പോളം ഞാൻ പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ടു കേട്ടോ. ഫുഡ് കളർ ഞാൻ ഒന്നിനും ആഡ് ചെയ്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ മഞ്ഞ കളർ ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ആ പരുവാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഷുഗർ സിറപ്പ് ഓഫ് ചെയ്തിടുകയാണ് കേട്ടോ. കുറച്ച് അതിലേക്ക് നമ്മൾ അതിങ്ങനെ ഒഴിക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒറ്റി വീഴുന്ന ഒരു പരുവുണ്ട്. ആ പരുവത്തിലാണ് നമ്മൾ അത് ഓഫ് ചെയ്യണത്. എന്നിട്ട് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തു. അത് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നത് അത് പെട്ടെന്ന് അങ്ങ് ക്രിസ്പി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ക്രിസ്റ്റലായി പോകില്ല നമ്മുടെ ഷുഗർ. നമ്മളത് ഓഫ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടായി പോകും. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെറുനാരങ്ങയുടെ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നിട്ടായിരിക്കും. എന്നിട്ട് ഈ ബൂന്തി നമ്മൾ നല്ല ബൂന്തിയൊക്കെ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടു. കുറച്ചൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നതൊക്കെ കേട്ടോ. കുറച്ച് ഇങ്ങനെ ഇതായിട്ടുള്ളതൊക്കെ ഞാൻ വേറെ ഒന്ന് പൊടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ വലിയ ഒത്തിരി കട്ടയായിട്ട് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതേ കുറച്ച് നെയ്യിൽ ഈ നട്ട്സ് എന്താ നമ്മുടെ ഇഷ്ടം, ബദാമോ കാഷ്യോ പിസ്ത എന്താ വെച്ചാൽ ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് അതൊന്ന് വെറുതെ കളറൊന്ന് മാറണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂട് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഡു കൈ കൊണ്ട് പിടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിൽ നമുക്ക് എടുക്കാം. ലഡു റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണേ എല്ലാവരും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.